കരിപ്പൂർ വിമാനത്താവളത്തിന്റെ നഷ്ടം 1.35 കോടിയിൽ നിന്നും 4.6 കോടിയായി ഉയർന്നു. യാത്രക്കാരുടെ എണ്ണത്തിൽ 15% വർധനവുണ്ടായിട്ടും നഷ്ടം ഉയരുകയാണ്. വലിയ വിമാനങ്ങൾ സർവീസ് നിർത്തിയതാണ് നഷ്ടം കുതിച്ചുകയറാൻ ഇടയാക്കിയത്. 2015-16 സാമ്പത്തിക വർഷത്തിൽ കരിപ്പൂരിൽ നിന്ന് 121 കോടി രൂപയാണ് എയർപോർട്ട് അതോറിറ്റിക്ക് ലഭിച്ചത്. ചെലവാകട്ടെ 122 കോടിയുമായിരുന്നു. ഇപ്പോൾ അവസാനിച്ച 2016-17 സാമ്പത്തിക വർഷത്തിൽ വരുമാനത്തിൽ വർധന വന്നെങ്കിലും ചെലവ് ഉയർന്നു. 130 കോടി രൂപ വരുമാനം ലഭിച്ചപ്പോൾ ചെലവ് 135 കോടിയായി വർദ്ധിച്ചു. നഷ്ടം 1.35 കോടിയിൽ നിന്നും 4.6 കോടിയായി കുത്തനെ ഉയർന്നു. വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തിവെച്ചതാണ് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടും നഷ്ടം ഉയരാൻ കാരണം. 2016-17 സാമ്പത്തിക വർഷത്തിൽ 26,51,008 പേരാണ് കരിപ്പൂർ വഴി യാത്ര ചെയ്തത്. ഇതിൽ 22,11,108 പേരും അന്താരാഷ്ട്ര യാത്രക്കാരാണ്. വലിയ വിമാനങ്ങളുടെ സർവീസ് ഇല്ലാത്തതിനാൽ ചരക്ക് നീക്കത്തിൽ ഇപ്പോഴും പുരോഗതിയില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.7% വർധനവ് മാത്രമാണ് ചരക്ക് നീക്കത്തിലുണ്ടായിരിക്കുന്നത്. വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് DGCA നിന്ന് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് എയർപോർട്ട് ഡയറക്ടർ JT രാധാകൃഷ്ണൻ പറഞ്ഞു. I cannot decide anything on that. That they have teams have come, they are looking into that. No further communication so far from us. For me, it's not there. So far, it's not there. Media One, Malappuram.